ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെ പോലെ തന്നെ എൻ്റെ സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ആണ് അത്യാവശ്യം എന്താ പറയുക, മോർണിംഗ് പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ നേരം കിടന്നുറങ്ങും. ഉറങ്ങിയതിന് ശേഷം ഒരു 9:30 10 ആകും കൂടുതൽ സാറ്റർഡേസിലും സൺഡേസിലും നമ്മൾ എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത്രയും നേരം കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് കുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഒരു 11 മണി 11:30 മണിയാകും. അപ്പോൾ അങ്ങനെ രാവിലെ വിശന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ പൊട്ടറ്റോ കറി. തട്ടിക്കൂട്ടലല്ല, അത്യാവശ്യം സമയമെടുത്തിട്ട് ടേസ്റ്റ് വൈസ് അടിപൊളി നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ വല്ലതും ഈ ഒരു പൊട്ടറ്റോ കറിയുടെ എന്താ പറയുക റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ചിട്ട് ആദ്യം കുക്കർ പൊട്ടറ്റോ കറിയാണ്. അതിനുശേഷം നല്ല പച്ചത്തേങ്ങ, കുറച്ച് കൂടുതൽ പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി. അപ്പോൾ അതിലേക്ക് കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇക്കാക്ക് പൊട്ടറ്റോ കുറച്ച് മടിയാണ്. അതിലത്തെ ഗ്രേവി കറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്ത് കൂട്ടും, പക്ഷേ അതിൽ പീസായിട്ടുള്ള കിഴങ്ങെടുത്ത് കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ പൊട്ടറ്റോയുടെ ഗ്രേവിയും അതുപോലെ തന്നെ ആ ബോയിൽഡ് എഗ്ഗും എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കറിയിലേക്ക് കുറച്ച് എഗ്ഗ് അങ്ങ് പുഴുങ്ങിയിട്ടതാണ്. അപ്പോൾ ഞാൻ അവരൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് അവനവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിതാ രാവിലെ എനിക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള സെർവ് ചെയ്യാണ്. ഒരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് ഇടിയപ്പവും പിന്നെ നമ്മുടെ പൊട്ടറ്റോ കോക്കനട്ട് കറി. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്തു, ഒരു 4-5 പച്ചമുളക് ചേർത്ത്. അതുകൊണ്ട് തന്നെ കറിയിൽ തേങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ് ഒന്നും ഒരുപാടില്ല. അപ്പോൾ അത്യാവശ്യം ആവശ്യത്തിന് എരിവുമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കിഴങ്ങേറി ഒഴിച്ച്, പിന്നെ ഞാനും ഒരു മുട്ട പുഴുങ്ങിയതെടുത്ത്, പിന്നെ ഒരു കപ്പ് നല്ല അടിപൊളി ചൂട് പതപ്പിച്ച ഏലക്ക ആക്കിയിട്ടുള്ള സൂപ്പർ ചായ. ഈ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ തേയിലപ്പൊടിയൊന്നും ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസമേ ഒരു ഉന്മേഷം ഇല്ലാത്ത ഒരു ദിവസം പോലെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജലദോഷവും കഫക്കെട്ടും ഒക്കെ വരുന്ന സമയങ്ങളിൽ ഞാൻ ചായ സ്കിപ്പ് ചെയ്യും. നമുക്കെന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് നല്ലൊരു പാൽ ചായ കുടിച്ചില്ലെങ്കിൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായ 2-3 സിപ്പ് എടുത്ത് കുടിച്ചതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം, അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയും ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണ്. മൗത്ത് വാട്ടറിങ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ്. അത് തേങ്ങ അരച്ച് മഞ്ഞക്ക് വെക്കുന്നതും മുളക് പൊടിയിട്ട് ചുമലയ്ക്ക് വെക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊട്ടറ്റോ കറി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൊട്ടറ്റോ പൊതുവെ വളരെ കുറവാണ് വീട്ടിൽ വെക്കൽ. ഈയിടെയായിട്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഇക്കാക്ക് ഈ കിഴങ്ങ് കറി ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് കറി എന്തോ വീട്ടിൽ വെക്കൽ കുറവായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, പൊട്ടറ്റോ വെച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഗ്രേവി കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പം ഗ്രേവി കൂട്ടിയാൽ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഇഷ്ടപ്പെട്ട നമ്മുടെ വിഭവം വെക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പൊട്ടറ്റോ പല റെസിപ്പീസായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയതും പൊട്ടറ്റോ കറിയും എല്ലാം ചേർത്തിട്ട് ഇടിയപ്പം കഴിക്കുകയാണ്. നല്ല അടിപൊളി അസാധ്യ ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എഴുന്നേറ്റതേ 10 മണിക്ക്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോഴത്തേനും 11:30 12 പിന്നെ ഒരു 2-2:30 മണിയായപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വലിയ വിശപ്പായില്ല. ലഞ്ച് മെനക്കെട്ട് റെഡിയാക്കിയാൽ അത് നേരെ നമ്മൾ കഴിക്കത്തില്ല. കാരണം അതിനുള്ള വിശപ്പ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇക്കാക്കപ്പം ലൈം ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ മതി എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് എനിക്ക് നാരങ്ങ വെള്ളം വേണ്ട, എനിക്ക് അത്ര വലിയ നാരങ്ങ വെള്ളം കുടിക്കാനൊന്നും തോന്നിയില്ല. അപ്പം നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് പേരയ്ക്കയൊക്കെ കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഉഴുന്നുവടയും തേങ്ങാ ചമ്മന്തിയും. പിന്നെ പതിവിന് വിപരീതമായിട്ട് ഇന്നും നല്ല അടിപൊളിയായിട്ട് പാൽച്ചായയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പം
ഇതാ തേങ്ങാ ചമ്മന്തിയൊക്കെ കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ട്, കാരണം ഉഴുന്നുവട നമുക്ക് കുറച്ച് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം വൈകുന്നേരത്തെ നമ്മുടെ ഫുഡ് ടീ ആൻഡ് സ്നാക്ക് പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് അത്യാവശ്യം എന്താ ഇത് ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഞാനൊരു 4 മണി 4:30 ആയപ്പോൾ കിച്ചണിൽ കയറി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഓൾറെഡി നമ്മുടെ ഉഴുന്നൊക്കെ വെൽ സോക്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ സെറ്റായി നമ്മുടെ ഉഴുന്നുവട റെഡിയാക്കി. ചമ്മന്തി എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് പെട്ടെന്ന് ചടപടേന്നാവുമല്ലോ. അപ്പോൾ അതാ ചായയും വെച്ചു. അങ്ങനെ നമ്മുടെ ഈവനിങ് നമ്മുടെ അട്ടിപ്പൊളി സൂപ്പർ ഉഴുന്നുവടയും ചമ്മന്തിയും ചായയും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉഴുന്നുവടയുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, മസ്റ്റായിട്ട് ചെന്ന് കാണണം, ഈ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ ഹിക്കാക്കുള്ളതും സാറാക്കുള്ളതും ഒക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കുറച്ച് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്താണ്. അടിപൊളി ചൂട് ചായയും നല്ല സോഫ്റ്റ്, ഉള്ളു നല്ല സോഫ്റ്റ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ട്. പിന്നെ ആ ഒരു ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കായിരുന്നു ഉഴുന്നുവട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്നുവട കഴിച്ചു. ഉഴുന്നുവടയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ പ്രത്യേകിച്ച് എന്ത് കഴിക്കണം അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഇന്ന് പുറത്ത് പോകുന്നത് കുറച്ച് കൊച്ചുങ്ങളുടെ കാര്യത്തിന് വേണ്ടി, കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ ഇളയ മോളുടെ മുടി ഒന്ന് ബേബി സലൂണിൽ പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ചേഞ്ച്, തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മക്കൾക്ക് എന്താ പറയുക, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ തണുപ്പ് പരമായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, അങ്ങനെയുള്ള ഒരു കുട്ടി പർച്ചേസാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്താണേലും വേണം. നമുക്ക് സൺഡേ പർച്ചേസും കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോൾ സാറ്റർഡേസിലാണ് നമ്മൾ പർച്ചേസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ ഇറങ്ങാറെങ്കിലും സൺഡേയിൽ എന്താ പറയുക, ഒട്ടും ഇറങ്ങലില്ല എന്നല്ല പറയുന്നത്. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേനും നമ്മൾ സൺഡേസിലും ഇറങ്ങാറുണ്ട്. എങ്കിലും പറ്റുന്ന രീതിയിലുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഇറക്കവും പർച്ചേസും എല്ലാം ഇപ്പോൾ സാറ്റർഡേസിലാണ്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ഉഴുന്നുവടയും ചമ്മന്തി. എനിക്ക് ഉഴുന്നുവടേനേക്കാളും കൂടുതൽ ചമ്മന്തിയാണ് വേണ്ടത് കേട്ടോ. ഞാൻ ഈ ഒരു തേങ്ങാ ചമ്മന്തിയുടെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ. എനിക്ക് ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അപ്പത്തിൻ്റെ കൂടെ ഈ ചമ്മന്തി ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ ഉഴുന്നുവടയുടെ കൂടെ ഈ ഒരു ചമ്മന്തി എനിക്ക് ഫേവറേറ്റാണ്. വേറെ ദോശയുടെ കൂടെയൊന്നും എനിക്കിതത്ര താല്പര്യമില്ല. എന്താണെങ്കിലും നമ്മുടെ പർച്ചേസ് കുറച്ച് കാര്യമായിട്ടുള്ള പർച്ചേസ് ആയിരുന്നു. കുറച്ച് കിച്ചൺ ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും അതും എന്തൊക്കെയോ വാങ്ങിച്ചു. നെസ്റ്റോയിലാണ് പർച്ചേസിന് പോയത്. അപ്പം നെസ്റ്റോ 20th ആനിവേഴ്സറി എങ്ങാണ്ട് പ്രമാണിച്ച് വൻ ഓഫർ നടക്കുന്നുണ്ട്. നമ്മൾ നാദൽ ഹമർ നെസ്റ്റോയിലാണ് പോയത്. അപ്പം നമ്മൾ താമസിക്കുന്ന വർസാനിലാണ്. ഇത് നാദൽ ഹമർ സംസം മന്തി റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മൾ ഇന്ന് മന്തി കഴിക്കാം. അത്യാവശ്യം 10, 10:30, 11 മണിയായി. അപ്പോൾ കിസൈസിൽ പോയിട്ട് ഒരു ഐറ്റം കഴിക്കാനൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. പിന്നെ ടൈം ഇത്രയും ആയതുകൊണ്ട് വേണ്ട, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് സംസം മന്തി റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ കയറി ചെന്ന പാടെ തന്നെ നമുക്ക് സാലഡ്സ് തന്നു. പിന്നെ അവരുടെ ചട്നി എന്ന് പറയുന്നത് ഇത് ടൊമാറ്റോ പ്യൂരിയും അതുപോലെ തന്നെ എൻ്റെ ഈ ഗ്രീൻ ചട്നി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ഇലകളൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടുള്ള ഒരു ചട്നി എനിക്ക് ഒട്ടുമേ പറ്റിയില്ല. ഞാനത് തൊട്ടുപോലും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി അതവിടെ തിരിച്ചു വെച്ചു. ഇതൊരു പുതിയ സംഭവമാണ്, ഇവരുടെ ലിസ്റ്റിൽ ഇതില്ലായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് സംസംകാരി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ചട്നിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു. മട്ടൻ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചൂട് മട്ടൻ സൂപ്പ്, അറബിക് മട്ടൻ സൂപ്പ്. നമ്മുടെ മലയാളി തനിനാടൻ മട്ടൻ സൂപ്പല്ല, അറബിക് മട്ടൻ സൂപ്പ്. അപ്പോൾ അതും കഴിച്ചു. അത്യാവശ്യം നല്ലതായിരുന്നു. അത് കുടിക്കുമ്പോൾ തന്നെ ആ ഒരു മട്ടൻ സ്റ്റോക്കിൻ്റെ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈ അറബിക് ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എരിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പിലൊന്നും വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പെപ്പർ പൗഡറൊക്കെ നമ്മൾ തട്ടിയിട്ട് കുടിക്കുക, അത്രേ ഉള്ളൂ.
പിന്നെ ഇതാ ഈ ഒരു ഇല എന്ന് പറയുന്നത് അറബികളുടെ, അതായത് അറബിക്സ് ഫുഡ് ഐറ്റംസിൽ അവർ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലീഫാണ്. ഇതിൻ്റെ പേരെനിക്ക് വിട്ടുപോയി. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരുപാടാണ്. ഇത് കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും ക്യാൻസറിന് വരെ തടുക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലീഫാണ്. ഇതിവിടെ വളരെ കോമൺ ആയിട്ട് ഏതൊരു റെസ്റ്റോറൻറ്റ്സ്, അറബിക് റെസ്റ്റോറൻറ്റ്സ് എന്നല്ല, അറബിക് ഫുഡ് എന്നല്ല, ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും ഒരു ബൗൾ നമുക്കിത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടു തരുന്നത് ഇവിടെ മസ്റ്റാണ്. അപ്പോൾ ഇത് ഇളയ കൊച്ചിന് സൈറൂന് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു മട്ടൺ സൂപ്പ് എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് ടേസ്റ്റ് മേക്കേഴ്സൊന്നും ഒരുപാട് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് കൊച്ചിനും കൂടെ ഞാൻ നന്നായിട്ട് കോരി കൊടുക്കുകയാണ്. 2 മക്കൾക്കും സൂപ്പൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ചൂടാണ്, അതാണ് ഞാൻ കുറച്ച് നോക്കി കൊടുക്കുന്നത്. നാക്ക് പൊള്ളും, വാ പൊള്ളും, അതുകൊണ്ട് നോക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സും വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനാണ് ഇക്കാക്ക് മട്ടൻ മന്തി കഴിക്കൽ നടപടിയുള്ളത്. കാര്യം വെച്ചാൽ എനിക്ക് മട്ടൻ മന്തി, ബീഫ് മന്തി, ഈ വക ഫിഷ് മന്തി ഇങ്ങനെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ മന്തി കഴിക്കുന്നത് ആകെ ചിക്കൻ മന്തി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സംസം റെസ്റ്റോറൻറ്റിൽ വരുമ്പോഴത്തേനും നമ്മളെപ്പോഴും ഓൾ ടൈം നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ റൈസ് ഉണ്ട്. മധുബൂത്ത് റൈസ് എന്ന് പറയും. നോർമൽ റൈസ് നമുക്കിഷ്ടമല്ല. അപ്പം മധുബൂത്ത് റൈസിൽ മധുഫൂൺ ചിക്കൻ, അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ നമ്മൾ അവർ കോമൺ ആയിട്ട് സെയിൽ ചെയ്യുന്ന ആ ഒരു ഇതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എനിക്ക് സാറായ്ക്കും ഭയങ്കര ഫേവറേറ്റാണ് ഈ മദ്ബൂത്ത് റൈസ് എന്ന് പറയുന്നത്. നമ്മളപ്പം സംസം മന്തി റെസ്റ്റോറൻറ്റിൽ പോയാൽ സംസമിൽ നിന്ന് ഈ ഒരു ഓറഞ്ച് കളർ റൈസ് കഴിച്ച് പുറത്തിപ്പോൾ ഏത് മന്തി റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇവിടുത്തെ ഈ ഒരു റൈസ് എന്ന് പറയുന്നത് അവർ ആ ഒരു ചിക്കൻ സ്റ്റോക്കിലിട്ടിട്ട് വേവിച്ച് വറ്റിച്ച് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ റൈസിൻ്റെ പേരെന്ന് പറയുന്നത് മദ്ബൂത്ത് റൈസാണ്. അപ്പോൾ ദുബായിലുള്ളവർ സംസമിലൊക്കെ പോകുന്നവർ ഒന്ന് മദ്ബൂത്ത് റൈസ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. ബാക്കി മദ്ബൂത്ത് റൈസും പിന്നെ പ്ലെയിൻ മന്തി റൈസുമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളെപ്പോഴും ഇപ്പം മദ്ബൂത്ത് റൈസാണ് വാങ്ങിക്കാറ്. പിന്നെ നമ്മുടെ മന്തി, പിന്നെ ഈ ഒരു മധുഫൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പൊട്ടറ്റോയും സവോളയും ഒക്കെ വിത്ത് ബോയിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് അതും ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ ഫ്രൈഡ് ഓണിയൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ സംസം മന്തി റെസ്റ്റോറൻറ്റിൽ വന്നാൽ എക്സ്ട്രാ പറയുന്നത് ഒരു ബൗള് കേർഡ് പറയും, പിന്നെ നമ്മൾ ഫ്രൈഡ് ഓണിയൻസ് പറയും. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു ചിക്കൻ്റെ കൂടെയാണ് നമുക്ക് ബോയിൽഡ് പൊട്ടറ്റോസും ബോയിൽഡ് ഓണിയൻസൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് മന്തി തന്നെയാണ് സംഭവം. പക്ഷേ അറബിക്സിൻ്റെ ഇടയിൽ ഇതിന് പല പേരുകളുണ്ട്. അപ്പം മധുഫൂൺ റൈസ്, മധുബൂത്ത് ചിക്കൻ, അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവം. ആകെ മൊത്തം സംഭവം മന്തിയാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് ഒണിയനും ടൊമാറ്റോ പ്യൂരിയും പിന്നെ ഇവരുടെ കൂടെ പിന്നെ ഉള്ളത് ഡേറ്റ്സ് പിക്കിൾ. ഒയ്യോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ വത്തൽമുളക് ചമ്മന്തി, കണ്ടോ, വത്തൽമുളക് ചമ്മന്തി, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഭയങ്കരമാണ് കേട്ടോ. സ്വീറ്റും സ്പൈസും പൊട്ടറ്റോയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും റൈസിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്രൈഡ് ഒണിയൻ്റെ ആ ക്രിസ്പിനെസ്, ക്രഞ്ചിനെസ്സും ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ഈ സ്കിന്നോട് കൂടിയിട്ട്, എനിക്ക് മന്തീസിലൊക്കെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താണ്, അതുകൊണ്ട് എനിക്ക് ഇക്കാക്കും സാറായിക്കൊന്നും സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു പോർഷൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മന്തിയൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേനും കൂടുതലായിട്ട് ആ സ്കിന്നോട് കൂടിയിട്ടുള്ള പാർട്ടൊക്കെ എനിക്കാണ്. അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് നമ്മളെല്ലാവരും അകത്താക്കി. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ റൈസ് വേണമായിരുന്നു. പീസൊക്കെ ഓക്കെയാണ്, ഞങ്ങൾക്ക് ഈ ഒരു പീസ് തന്നെ നമുക്ക് ധാരാളമാണ്. നമ്മൾ ഈ ഒരു മധുഫൂൺ റൈസിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ റൈസ് വേണമായിരുന്നു. രണ്ടാമത് റൈസ് വാങ്ങിച്ചു, അത് 1, 2, 3 സ്പൂൺ എടുത്തതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് പാഴ്സലാക്കുകയാണ് ചെയ്തത്. പിന്നെ പാഴ്സലാക്കിയാൽ സന്തോഷമേ ഉള്ളൂ, പിറ്റേ ദിവസത്തേന് ആവികേറ്റി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഡേറ്റ്സ് പിക്കിള്, വത്തൽമുളക് ചമ്മന്തി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ ആ ഒരു മിക്സഡ് ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇക്കാക്ക് മന്തിയുടെ കൂടെ കേർഡ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അറബിക്സിൻ്റെ ഇടയിൽ അങ്ങനെ കഴിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല.
നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മയണൈസും കൂട്ടിയിട്ട് മന്തി കഴിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അറബിക് മന്തിക്ക് മയണൈസ് അത്ര ചേരത്തില്ല, അറബിക് മന്തിക്ക് മയണൈസ് ചേരത്തില്ല. അപ്പം നമ്മുടെ മലയാളീകരിച്ച ആ ഒരു മന്തി ഉണ്ടല്ലോ, അതിനാണ് മയോണൈസ് അത്ര ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് കോമ്പിനേഷൻ, ആ ഒരു ഡേറ്റ്സ് അച്ചാറും വത്തൽമുളക് ചമ്മന്തിയും അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയനും എല്ലാം. അപ്പം നമ്മുടെ മന്തി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മന്തി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അടിപൊളിയായിട്ടുള്ള അറബിക് സ്വീറ്റാണ് ലുഖീമത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മിൻറ്റ് സുലൈമാനിയും കിട്ടും. അങ്ങനെ ഇത് നമ്മൾ വാങ്ങിച്ചതാണ്, മറ്റേത് കോംപ്ലിമെൻ്റാണ്. അപ്പോൾ ലുഖീമത്തും അതുപോലെ തന്നെ കുനാഫ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പഞ്ചസാര ഷുഗർ സിറപ്പ് ഒഴിക്കാതെ കുനാഫ കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് അങ്ങ് പഞ്ചസാര ഷുഗർ സിറപ്പ് എടുത്ത് ഒഴിച്ച് കൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്യാം, കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് ഡ്രോപ്പായിട്ട് ഒഴിക്കാം, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ആദ്യം പഞ്ചസാര പാനി ഒട്ടുമേ ഒഴിക്കാതെ, ഷുഗർ സിറപ്പ് ഒട്ടും ഒഴിക്കാതെ കഴിച്ച് നോക്കി. അപ്പോഴത്തേന് ആ ഒരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് വളരെ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുനാഫ കഴിക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് സാറായുടെ പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് ഞാനും ഇക്കായും സൈറും കൂടെ കഴിക്കുകയാണ്. സാറായ്ക്ക് അങ്ങ് സാറായുടെ പോർഷൻ കട്ട് ചെയ്ത് അങ്ങ് കൊടുത്തു വിടും, ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്പൂണുമായിട്ട് കുത്തി ഇളക്കാനും ബഹളത്തിനൊക്കെ വരും. ഞാൻ കുനാഫ വാങ്ങിക്കുമ്പോൾ എന്നും അങ്ങനെയാണ്. കുനാഫ എന്നല്ല, എന്തെങ്കിലും കേക്ക്സോ പേസ്ട്രീസോ എന്ത് വാങ്ങിച്ചാലും സാറാക്ക് വേണ്ടിയിട്ടൊരു പോർഷൻ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള കുനാഫ കഴിച്ചു. അടിപൊളി സൂപ്പർ അടിപൊളി ആയിട്ടുള്ള സംസം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ടേസ്റ്റി ഡിഷസ്, അതായത് സാറ്റർഡേ സ്പെഷ്യൽ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്ക് ആൻഡ് ടീ, ഡിന്നർ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാറ്റർഡേ എന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.